നമസ്കാരം. ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഒരു നാടിനെ ആകെ ഭൂപടത്തിൽ നിന്ന് തുടച്ചു മാറ്റിയ മഹാദുരന്തത്തിന് ഇന്ന് ഒരാണ്ട്. ഉരുൾ സകലതും വിഴുങ്ങിയ, നാട് നടുങ്ങിയ ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തിന് ഒരു വർഷം തികയുമ്പോൾ ഉരുൾ പ്രാണനെടുക്കാത്തവർ പതിയെ ജീവിതത്തിലേക്ക് തിരിച്ചു നടക്കുകയാണ്. ഹൃദയഭൂമിയിൽ ഉറങ്ങുന്ന ഉറ്റവരെ നെഞ്ചോട് ചേർത്ത് അതിജീവന പാതയിലാണ് അവർ. ഈ വാർത്തയുടെ വിശദാംശങ്ങളിലേക്കൊക്കെ എത്താം. ആദ്യം നോക്കാം തലക്കെട്ടുകൾ. വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തം നടന്നിട്ട് ഒരാണ്ട്. രാവിലെ 10 മണിക്ക് പുത്തുമലയിലെ ഹൃദയഭൂമിയിൽ സർവമത പ്രാർത്ഥനയും പുഷ്പാർച്ചനയും. ഉച്ചയ്ക്ക് അനുസ്മരണ യോഗം. പുനരധിവാസത്തിലെ മെല്ലെപ്പോക്കിൽ പ്രതിഷേധം. കോഴിക്കോട് വിലങ്ങാട് ഉരുൾപൊട്ടലിനും ഒരാണ്ട്. സംസ്ഥാനത്തെ IAS തലപ്പത്ത് വൻ അഴിച്ചുപണി. 4 കളക്ടർമാർ ഉൾപ്പെടെ 25 IAS ഉദ്യോഗസ്ഥർക്ക് സ്ഥലം മാറ്റം. മാറ്റിയത് പാലക്കാട്, എറണാകുളം, കോട്ടയം, ഇടുക്കി കളക്ടർമാരെ. പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് S ഷാനവാസിനെ നീക്കി. എറണാകുളം കളക്ടർ NSK ഉന്മേഷ് പുതിയ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ. ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷ ഇന്ന് സെഷൻസ് കോടതി പരിഗണിക്കും. അറസ്റ്റിനെതിരെ പ്രതിഷേധം തുടരുന്നു. സഭാ നേതാക്കൾ രാജ്ഭവനിലേക്ക് മാർച്ച് നടത്തും. പാർലമെന്റിൽ ഇന്നും ചർച്ച ആവശ്യപ്പെട്ട് പ്രതിപക്ഷം. ഇരുസഭകളിലും പ്രതിഷേധം തുടരാൻ പ്രതിപക്ഷ MP മാർ. ഓപ്പറേഷൻ സിന്ദൂറിൽ പാർലമെന്റിൽ ഇന്ന് ചർച്ച തുടരും. പ്രധാനമന്ത്രി രാജ്യസഭയിൽ സംസാരിക്കും. ലോക്സഭയിൽ പ്രതിരോധ മന്ത്രി മറുപടി പറയും. KTU ഡിജിറ്റൽ സർവകലാശാല താൽക്കാലിക VC നിയമനം റദ്ദാക്കിയ ഹൈക്കോടതി വിധിക്കെതിരെ ഗവർണർ നൽകിയ അപ്പീൽ ഇന്ന് സുപ്രീം കോടതിയിൽ. താൽക്കാലിക VC നിയമനം ചട്ടപ്രകാരമെന്ന വാദം. ഹൈക്കോടതി വിധി സ്റ്റേ ചെയ്യണമെന്ന ഗവർണർ. റഷ്യയിൽ വൻ ഭൂചലനം. 8.7 തീവ്രത രേഖപ്പെടുത്തി. അമേരിക്കയിലും ജപ്പാനിലും സുനാമി ജാഗ്രത. മൂന്ന് ഗ്രാമങ്ങളെ തുടച്ചു നീക്കിയ ദുരന്തത്തിന് ഇന്ന് ഒരാണ്ട്. മുണ്ടക്കൈ, ചൂരൽമല, പുഞ്ചിരിമട്ടം ഉൾപ്പെടുന്ന ജനവാസ മേഖലയെ ഉരുൾ കവർന്നപ്പോൾ 298 മനുഷ്യജീവനുകളാണ് ദുരന്തത്തിൽ പൊലിഞ്ഞത്. ദുരന്ത നാൾ വഴിയിലൂടെയുള്ള അതിജീവനം ഒരു വർഷം തികയുമ്പോൾ ഉറ്റവരെ അടക്കം ചെയ്ത പുത്തുമലയിലെ ഹൃദയഭൂമിയിൽ അവർ പ്രാർത്ഥനകളുമായി സംഗമിക്കും. ജൂലൈ 30. ആ ദിനം ഒരു മലയാളിയും മറന്നുപോകില്ല. രാജ്യം കണ്ട ഏറ്റവും വലിയ ദുരന്തത്തിൽ മനുഷ്യജീവനൊപ്പം ജീവനോപാധിയും തകർക്കപ്പെട്ട ദിനം. മേപ്പാടി പഞ്ചായത്തിലെ 3 വാർഡുകൾ ഉൾപ്പെടുന്ന പുഞ്ചിരിമട്ടം, മുണ്ടക്കൈ, ചൂരൽമല മേഖലയിൽ അതിഭയാനകമായി നാശം വിതച്ചൊഴുകിപ്പോയ ഉരുൾ അവശിഷ്ടങ്ങൾക്കിടയിൽ നിരാലംബരായ കുറേയേറെ മനുഷ്യജീവനുകൾ ഉണ്ടായിരുന്നു. ആ മനുഷ്യർ സ്നേഹത്തോടെ പരിപാലിച്ച വളർത്തുമൃഗങ്ങളും ഒരായുസ്സിൻ്റെ കഷ്ടതയിൽ പണിതുയർത്തിയ സമ്പാദ്യങ്ങളും ഉണ്ടായിരുന്നു. അപകട മേഖലയിലേക്ക് എത്തിപ്പെടാൻ കഴിയാത്ത വിധം ദുസ്സഹമായിരുന്ന സഞ്ചാരപാത. പ്രതിസന്ധികളെ തരണം ചെയ്ത് പുലർച്ചെ 3:10 ആദ്യ സേനാ വിഭാഗം അപകട സ്ഥലത്തെത്തി. 4:55 NDRF, ഫയർഫോഴ്സ്, പോലീസ്, നാട്ടുകാർ എന്നിവരുടെ കൂട്ടായ ശ്രമത്താൽ രക്ഷാപ്രവർത്തനം. ഉരുളും ഇരുളും അതിജീവിച്ച് നിസ്സഹായരായി പലയിടങ്ങളിൽ വിറങ്ങലിച്ചു നിന്നവരുടെ രക്ഷയ്ക്കായി പ്രകൃതിയോട് പടവെട്ടിയുള്ള രക്ഷാപ്രവർത്തന നിമിഷങ്ങൾ. പുഞ്ചിരിമട്ടം മുതൽ ചൂരൽമല വരെ 8 കിലോമീറ്ററിൽ 8600 സ്ക്വയർ മീറ്റർ വിസ്തൃതിയിലാണ് ദുരന്തം വ്യാപിച്ചത്. അപകടത്തിൽ 298 മരണങ്ങൾ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. മരണപ്പെട്ടവരിൽ 99 പേരെ DNA പരിശോധനയിലൂടെ തിരിച്ചറിഞ്ഞു. 32 പേരെ കാണാതായി. ചാലിയാർ, നിലമ്പൂർ തുടങ്ങി വിവിധ ഭാഗങ്ങളിൽ നിന്നായി 223 ശരീരഭാഗങ്ങൾ കണ്ടെത്തി. ദുരന്തത്തിൽ പരിക്കേറ്റ 35 പേർ ഇന്നും അതിജീവന പാതയിലാണ്. ജീവൻ നഷ്ടമായവരെ അടക്കം ചെയ്യുന്നതിലും മനുഷ്യത്വത്തിൻ്റെ ഒത്തൊരുമ. സർവമത പ്രാർത്ഥനകളോടെ പുത്തുമലയിലെ ഹൃദയഭൂമിയിൽ
നാടൊന്നാകെ ഒഴുകിയെത്തി അവരെ യാത്രയാക്കി. ദുരന്തത്തെ അതിജീവിച്ച കുടുംബങ്ങൾ ഇന്ന് അതിജീവന പാതയിലാണ്. അവിടെയും നാട് കൈകോർത്തു. പ്രതിസന്ധികളെ മറികടന്ന് അവരുടെ മുഖങ്ങളിൽ പുഞ്ചിരി വിടർന്നു. ടൗൺഷിപ്പിൽ പുതിയ ജീവിതം ആരംഭിക്കുന്നതോടെ ഈ സമയവും കടന്നുപോകും. രതീഷ് കുഞ്ചത്തൂർ, അമൃത ന്യൂസ്, വയനാട്. കൂടുതൽ വിവരങ്ങളുമായി എസ് വിനേഷ് കുമാർ ചേരുകയാണ്. വിനേഷ്, ഈ സൂചിപ്പിച്ചതുപോലെ 3 ഗ്രാമങ്ങളെ തുടച്ചു നീക്കിയ ഒരു ദുരന്തമാണ് ഉണ്ടായത്. അതിന് ഒരാണ്ട് തികയുകയാണ്. നമുക്ക് പോസിറ്റീവായ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാം. ഈ ഒരു അതിജീവനം ഏതുവരെ എത്തി? ഈ ടൗൺഷിപ്പിൻ്റെ നിർമ്മാണം, അതുപോലെ തന്നെ ഇവരുടെ മറ്റു കാര്യങ്ങളൊക്കെയും തന്നെയും ഇപ്പോൾ ഏതുവരെ എത്തി? അതിജീവന പാതയിലല്ലേ എല്ലാവരും? ശരിയാ, ഗുഡ് മോർണിംഗ്. എല്ലാവരും അതിജീവന പാതയിൽ തന്നെയാണ്. നമുക്കറിയാം, ഒരു ഭൂപടത്തിൽ നിന്ന് ഒരു നാട് തന്നെ മാഞ്ഞു പോയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിനകത്ത് എടുത്തു പറയേണ്ട കാര്യം. അത്ര മനോഹരമായ ഒരു പ്രദേശമായിരുന്നു. ഒരു മലയടിവാരത്ത് സ്ഥിതി ചെയ്യുന്ന കുറേ എസ്റ്റേറ്റ് ലയങ്ങളുണ്ടായിരുന്നു. അതിന് സമീപം കുറേ വീടുകളുണ്ടായിരുന്നു, ചെറിയ ഗ്രാമങ്ങളുണ്ടായിരുന്നു. എല്ലാം തന്നെ ഒറ്റ രാത്രി കൊണ്ട് ഒന്നുമല്ലാതായി പോയ മനുഷ്യർ. ഒപ്പം തന്നെ മണ്ണിനടിയിൽ നിന്ന് മൃതദേഹങ്ങൾ 298 മരണമാണ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുള്ളതെങ്കിൽ പോലും. വിനേഷിലേക്ക് തിരിച്ചെത്താം. അതിനു മുൻപ് നമുക്ക് ഈ രക്ഷാദൗത്യം, ആ ഒരു സമയത്തെ രക്ഷാദൗത്യം വളരെ മാതൃകാപരമായിരുന്നു. അപ്പോൾ നമുക്ക് ആ ഒരു റിപ്പോർട്ട് നോക്കാം. അതിനുശേഷം വിനീഷിലേക്ക് മടങ്ങിയെത്താം. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ രക്ഷാദൗത്യം ഏറെ മാതൃകാപരമായിരുന്നു. ഈ രാത്രിയിൽ ഒഴുകിയെത്തിയ ദുരന്താവശിഷ്ടങ്ങളിൽ നിന്നും പാതി ജീവനുമായി ഓടി രക്ഷപ്പെട്ടവരെ സുരക്ഷിതമാക്കാൻ നടത്തിയ രക്ഷാദൗത്യം രാജ്യത്തിനും മാതൃകയായി. പുന്നപ്പുഴയ്ക്ക് കുറുകെ സൈന്യം നിർമ്മിച്ച ബെയിലി പാലവും രക്ഷാപ്രവർത്തനങ്ങൾക്ക് വേഗം നൽകി. കേന്ദ്ര സംസ്ഥാന സേനാ വിഭാഗത്തിൽ നിന്നായി 1809 പേരാണ് ദുരന്തമുഖത്തെത്തിയത്. ചൂരൽമല മുണ്ടക്കൈ പ്രദേശത്തെ ബന്ധിപ്പിക്കുന്ന പാലം തകർന്നതോടെ രക്ഷാദൌത്യത്തിന് പ്രതിസന്ധി ഏറെയായിരുന്നു. ആദ്യ മണിക്കൂറിൽ ഫയർഫോഴ്സ്, പോലീസ്, NDRF ടീമുകളും നാട്ടുകാരും സംയുക്തമായി താൽക്കാലിക സംവിധാനമെന്ന നിലയിൽ കയറും JCBയും ഉപയോഗിച്ച് സിപ്പ് ലൈൻ നിർമ്മിച്ച് ആദ്യഘട്ട രക്ഷാപ്രവർത്തനത്തിൽ നിർണായകമായി. സിപ്പ് ലൈൻ മുഖേനയാണ് ഗുരുതരമായി പരിക്കേറ്റവരെ മറുകരയിൽ എത്തിച്ചത്. സ്ത്രീകളെയും കുട്ടികളെയും ആദ്യം രക്ഷപ്പെടുത്തി. അതും വെല്ലുവിളി നിറഞ്ഞതായിരുന്നു. മറുകരയിൽ കുടുങ്ങിയ ആളുകളെ എയർലിഫ്റ്റ് ചെയ്യാൻ ഹെലികോപ്റ്റർ മാർഗവും ഉപയോഗപ്പെടുത്തി. മുണ്ടക്കൈ, അട്ടമല, പുഞ്ചിരിമറ്റം പ്രദേശത്തെ ആളുകളെ അതിവേഗം ചൂരൽമലയിലേക്ക് എത്തിക്കാൻ ചൂരൽമലയിൽ സൈന്യം നിർമ്മിച്ച ബെയിലി പാലം രക്ഷാദൌത്യത്തിന്റെ നാഴികക്കല്ലായി. ജൂലൈ 31-ന് നിർമ്മാണം ആരംഭിച്ച പാലം 36 മണിക്കൂർ നീണ്ട കഠിന പരിശ്രമം കൊണ്ടാണ് നിർമ്മാണം പൂർത്തിയാക്കിയത്. ആർമിയുടെ മദ്രാസ് എഞ്ചിനീയറിംഗ് ഗ്രൂപ്പിലെ 250 സൈനികരാണ് ബെയിലി പാലം നിർമ്മാണത്തിൽ പങ്കാളികളായത്. പാലം പൂർത്തിയായതോടെ വിവിധയിടങ്ങളിൽ കുടുങ്ങിയവരെ അതിവേഗം സുരക്ഷാ കേന്ദ്രങ്ങളിലേക്ക് മാറ്റി. ദൗത്യം പൂർത്തിയാക്കിയ സൈനികർക്ക് വീരോചിത യാത്രയയപ്പ് നൽകിയാണ് വയനാടൻ ജനത നന്ദി പ്രകടിപ്പിച്ചത്. JCB, ക്രെയിൻ, ഹിറ്റാച്ചി, ഓഫ് റോഡ് വാഹനങ്ങളും രക്ഷാപ്രവർത്തനത്തിൽ സജീവമായിരുന്നു. ദുരന്ത പ്രദേശത്ത് ജനകീയ തിരച്ചിലിന് 2000-ലധികം ആളുകളാണ് പങ്കെടുത്തത്. അമൃത ന്യൂസ്, വയനാട്. വീണ്ടും വിനേഷിലേക്ക് പോവുകയാണ്. വിനേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ മനോഹരമായ ഒരു ഗ്രാമമാണ് നേരം പുലർന്നപ്പോഴേക്കും ഭൂപടത്തിൽ നിന്ന് തന്നെ ഇല്ലാതായത്. ഇപ്പോൾ അവിടുത്തെ ജനങ്ങളെല്ലാം, അതിജീവിച്ചവരെല്ലാം തന്നെ അതിജീവന പാതയിലാണ്, അല്ലേ? തീർച്ചയായും. കാരണം അവിടെ 403 കുടുംബങ്ങൾക്കാണ് വീട് നഷ്ടപ്പെട്ടത്. വീടും അവരുടെ ജീവനോപാധിയും എല്ലാം തന്നെ നഷ്ടപ്പെട്ടു. ജീവൻ മാത്രം തിരിച്ചു കിട്ടിയ ആളുകളാണ്. ദുരന്തത്തിലൂടെ നടന്നു കയറിയ മനുഷ്യരാണ്. പക്ഷേ ആ മനുഷ്യർക്ക് നീതി ലഭിച്ചോ എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ഇപ്പോഴും ഇല്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം 1000 സ്ക്വയർ ഫീറ്റിന്റെ ഒരു വീട് നിർമ്മിക്കാൻ 1 വർഷമായിട്ട് പോലും കഴിയാതെ പോയി എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. 762 കോടി രൂപ സർക്കാരിന്റെ, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഇതുവരെ ഈ സംഭവം വയനാട് ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലഭിച്ചിട്ടുണ്ട്. എന്നാൽ ഇതുവരെ ഒരു വീടിന്റെ പണി പോലും പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. ആകെ ഇത്ര രൂപ ലഭിച്ചതിൽ ആകെ 91 കോടി രൂപ മാത്രമാണ് സർക്കാരിന് ചെലവഴിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ബാക്കി തുക അതേപടി നമ്മളെ ഖജനാവിൽ ഇപ്പോഴുമുണ്ട്. പക്ഷേ ആളുകൾക്കിപ്പോഴും, നമുക്കറിയാം, ഈ 400 ചില്ലാനം ആളുകൾക്ക് ഒരു 1.5 കോടി രൂപ വെച്ച് കൊടുത്താൽ പോലും അവർ സ്വന്തം നിലയ്ക്ക് അവരവരുടെ ജീവിതം കണ്ടെത്തുമായിരുന്നു. അത് ഞാനൊരു ഉദാഹരണമായി, ഒരു ആലങ്കാരികമായി ഞാൻ പറഞ്ഞതാണ്. പണം കൊടുക്കണം എന്നല്ല. പക്ഷേ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോഴും ഒരു വീടിന്റെ നിർമ്മാണം പോലും പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല. മറ്റൊന്ന്, കോൺഗ്രസിന്റെ, നമുക്കറിയാം, ഫണ്ട് വിവാദം വരുന്നു. കോൺഗ്രസിന്റെ വീട്
വാഗ്ദാനവും എവിടെയും എത്തിയില്ല. പിന്നെയുള്ളത് മുസ്ലിം ലീഗാണ്. മുസ്ലിം ലീഗിന്റെ വീട് നിർമ്മാണവും നമുക്കറിയാം, അവരുടെ ഭൂമി ഏറ്റെടുത്തതുമൊക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് വിവാദങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പിന്നെ മറ്റുള്ള കുറച്ച് സംഘടനകൾ നിർമ്മിച്ച വീടിന്റെ പണി മാത്രമാണ് ഇതുവരെ കഴിഞ്ഞിട്ടുള്ളത്. അതാണെങ്കിൽ പൂർണ്ണമായും അവർക്ക് കൈമാറാനൊന്നും കഴിഞ്ഞിട്ടില്ല. എന്തായാലും ഇത്രയും ദുരന്തത്തിൽ നിന്ന് നീന്തിക്കയറി ജീവിതത്തിലേക്ക് എത്തിയ കുറേ മനുഷ്യരെ നമുക്ക് വയനാട്ടിൽ കാണാൻ കഴിയും. കാരണം ഞാൻ കഴിഞ്ഞ വർഷം ഇവിടെ റിപ്പോർട്ട് ചെയ്യാൻ പോയ ഒരാളാണ്. കഴിഞ്ഞ 2 ആഴ്ചയിലധികകാലം അവിടെ നിൽക്കുകയും അവിടുത്തെ സിറ്റുവേഷൻ എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. മാത്രമല്ല, നമ്മൾ ഏറ്റവും സാധാരണക്കാരായ മനുഷ്യർ, തേയിലത്തോട്ടങ്ങളിലും മറ്റും ജോലി ചെയ്യുന്ന ഏറ്റവും സാധാരണക്കാരായ മനുഷ്യന്മാരാണ്. ഒരു കാലത്തും ജീവിതത്തിൽ വലിയ രീതിയിൽ വളർച്ചയില്ലാത്ത ഒരു മനുഷ്യന്മാർ. നമുക്കറിയാം, തേയിലച്ചെടി പ്രൂണിങ് ചെയ്ത് വളരാത്ത വിധത്തിലേക്ക് മാറ്റുന്നുണ്ട്. അതേപോലെ തന്നെ അവിടുത്തെ മനുഷ്യരും അങ്ങനെ വെട്ടിയൊതുക്കപ്പെട്ട കുറേ മനുഷ്യരെയാണ് നമുക്കവിടെ കാണാൻ കഴിഞ്ഞത്. ആ മനുഷ്യരുടെ എല്ലാം തന്നെ ജീവിതം, അല്ലെങ്കിൽ അവരെ ഏതെങ്കിലും രീതിയിൽ അവരെ ഈ അതിജീവനത്തിൽ മുന്നോട്ട് കൊണ്ടുവരാൻ സർക്കാർ കേന്ദ്രങ്ങൾ ശ്രമിക്കുന്നില്ല എന്ന് പറയുന്നില്ല. പക്ഷേ വളരെ മെല്ലെപ്പോക്ക് നയം തുടരുകയാണ്. ഇനിയെങ്കിലും അവർക്കൊപ്പം പൂർണ്ണമായി നിൽക്കാൻ സർക്കാർ സംവിധാനങ്ങൾക്ക് കഴിയണം. ഐശ്വര്യ. യേഷ് കൃത്യമായി തന്നെ ചിത്രം വരച്ചു കാട്ടി ഈ സർക്കാരിൻ്റെ അലംഭാവവും ആ ജനങ്ങൾ എങ്ങനെയാണ് അതിജീവിക്കുന്നത് എല്ലാം തന്നെ വിനേഷ് കൃത്യമായി തന്നെ പറഞ്ഞു വയ്ക്കുകയാണ്. ഇനി മറ്റൊരു റിപ്പോർട്ട് നോക്കിക്കഴിഞ്ഞാൽ കോഴിക്കോട് വിലങ്ങാട് ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായി 1 വർഷം പിന്നിടുമ്പോഴും കണ്ണീർ തോരാതെ ദുരന്തബാധിതർ. ഏറെ പ്രതിഷേധങ്ങൾക്കൊടുവിൽ പുനരധിവാസത്തിന് 31 കുടുംബങ്ങൾക്ക് 15 ലക്ഷം രൂപ നൽകിയതല്ലാതെ പ്രദേശത്ത് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി നൽകാൻ പോലും സർക്കാരിനായിട്ടില്ല. 1 കൊല്ലം മുൻപ് തകർന്ന റോഡുകളും പാലങ്ങളുമെല്ലാം ഇപ്പോഴും അതേപടി കിടക്കുകയാണ്. കൃഷി നഷ്ടപ്പെട്ട കർഷകരും അർഹമായ സഹായം ലഭിക്കാത്തതിനാൽ പ്രതിസന്ധിയിലാണ്. 2024 ജൂലൈ 30 വിലങ്ങാട് നേരം വെളുത്തത് നിരവധി കുടുംബങ്ങളുടെ കണ്ണീരോടും നിലവിളിയോടും കൂടിയാണ്. എല്ലാം നഷ്ടപ്പെട്ടവർ എന്തു ചെയ്യണമെന്ന പരിഭ്രാന്തിയിലായിരുന്നു അന്ന്. ഉരുൾപൊട്ടൽ ദുരന്തം വിലങ്ങാട് വാണിമേൽ പഞ്ചായത്തിൽ വിതച്ച നാശനഷ്ടം ചെറുതല്ല. ആളപായം കുറവാണെങ്കിലും നിരവധി കുടുംബങ്ങളെ വഴിയാധാരമാക്കിയ രാത്രിയായിരുന്നു അത്. വീട്ടിലുണ്ടായിരുന്ന 6 വാഹനങ്ങൾ, ഈ സ്ഥലങ്ങളെല്ലാം നല്ല ആദായമുള്ള സ്ഥലങ്ങൾ തന്നെയായിരുന്നു. ഇവിടുന്ന് തന്നെ ഈ പറമ്പിൽ നിന്ന് തന്നെ നല്ലൊരു സംഖ്യ എനിക്ക് തേങ്ങ ഇവിടെയൊക്കെ കിട്ടിക്കൊണ്ടിരുന്നതാണ്. സ്വർണ്ണമൊക്കെ ഉണ്ടായിരുന്നു. 10-30 ഭവന് മേലെ സ്വർണ്ണം ഉണ്ടായിരുന്നു. വീട് നഷ്ടപ്പെട്ടവരെയും ഭാഗികമായി വീട് തകർന്നവരെയും ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റി. തുടർന്ന് വാടക വീടുകളിലേക്ക്. ഇവർക്ക് വീടുണ്ടാക്കി നൽകുന്നതുവരെ വാടക തുക സംസ്ഥാന സർക്കാർ നൽകുമെന്നായിരുന്നു ധാരണ. എന്നാൽ പലതവണ അത് മുടങ്ങി. ഇപ്പോൾ 4 മാസത്തോളമായി പലർക്കും വാടക കുടിശ്ശികയാണ്. 11 മാസത്തെ എഗ്രിമെൻ്റാണ് ഞങ്ങൾ വെച്ചത്. ഓൾറെഡി ഇപ്പം 12 മാസം ആയി കഴിഞ്ഞു. അതാത് മാസങ്ങളിൽ നമുക്ക് വാടക കൊടുക്കാമെന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. പെൻഡിങ് ഉള്ളത് എത്രയും വേഗത്തിൽ നമുക്ക് തന്നു തീർക്കണമെന്ന് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. ദുരന്തം നടന്ന് മാസങ്ങൾക്ക് ശേഷം പ്രതിഷേധങ്ങൾക്കൊടുവിലാണ് വീട് പൂർണ്ണമായും ഭാഗികമായും നഷ്ടപ്പെട്ട 31 പേർക്ക് 15 ലക്ഷം രൂപ വീതം പുനരധിവാസത്തിനായി നൽകിയത്. എന്നാൽ ആ തുക കൊണ്ട് സ്ഥലം വാങ്ങി വീട് നിർമ്മിക്കാൻ കഴിയുമോ എന്ന ആശങ്കയിലാണ് ഇപ്പോൾ ഇവർ. പലരും പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുമില്ല. വിലങ്ങാട് മലയോര മേഖലയിലുള്ളവരുടെ പ്രധാന വരുമാന മാർഗമാണ് കൃഷി. 230 പേരുടെ 162 ഹെക്ടർ കൃഷിഭൂമിയാണ് ഉരുളെടുത്തത്. വരുമാന മാർഗം നഷ്ടപ്പെട്ടവർക്ക് അർഹമായ സഹായവും സർക്കാർ നൽകിയിട്ടില്ല. കുറേ അധികം ആൾക്കാർക്ക്, ഇവിടെയുള്ള ആൾക്കാരുടെ ഏകദേശം നല്ല തോതിലുള്ള കൃഷി നശിക്കുകയുണ്ടായി. അവർക്കൊന്നും തന്നെ ഈ കൃഷി കിട്ടിയോ എന്ന് ചോദിച്ചാൽ 1 ഏക്കർ പോയതിന് 2000 രൂപയും ആ രീതിയിലാണ്. അതിലും പാർഷ്യാലിറ്റി ഉണ്ടായിട്ടുണ്ട്. വിലങ്ങാട് വാണിമേൽ പഞ്ചായത്തിലെ റോഡുകളും പാലങ്ങളും തകർന്നു തന്നെ കിടക്കുകയാണ്. പാലം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പൊളിഞ്ഞ പാലത്തെ മണ്ണിട്ടിട്ട് JCBക്ക് അതും ഈ കല്ലുകളെല്ലാം ഉരുളുപൊട്ടി വന്ന കോരി ഇട്ടിട്ടില്ല. അതിലാണ് ഇപ്പം സക്കാലം വണ്ടികൾ, കുറഞ്ഞ വണ്ടികൾ, വലിയ വണ്ടികളൊന്നും പോകുന്നില്ല. നിലവിലെ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം കാണുമെന്നും ദുരന്തത്തിൽ തകർന്ന പാലങ്ങളും റോഡുകളും പുനർനിർമ്മിക്കാനുള്ള നടപടികൾ ഉടൻ ആരംഭിക്കുമെന്നും സ്ഥലം MLA EK വിജയൻ പറഞ്ഞു. നരിപ്പറ്റ പഞ്ചായത്തുമായി ബന്ധപ്പെട്ടുള്ള മേഖലയിൽ താൽക്കാലിക ആശ്വാസം എന്നുള്ള നിലയ്ക്ക് അവിടുത്തെ പാലം ഉപയോഗിക്കാൻ കഴിയാത്തൊരു സാഹചര്യം വെള്ളത്തിൽ വലിയ മഴ ഉണ്ടായപ്പോൾ വന്നിരുന്നു. അതിന് ഒരു 4,30,000 രൂപ ഇപ്പം അനുവദിച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രവർത്തനം ഗ്രാമപഞ്ചായത്ത്, നരിപ്പറ്റ ഗ്രാമപഞ്ചായത്തിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അമൃത ന്യൂസ്, കോഴിക്കോട്. കോഴിക്കോട് വിലങ്ങാട് ദുരന്തമുണ്ടായി 1 വർഷം പിന്നിടുമ്പോഴും മാത്യു മാഷിന്റെ വിയോഗത്തിൽ വേദന മാറാതെ നാട്. നാട്ടുകാർക്ക് വേണ്ടി സ്വന്തം ജീവിതം നൽകിയ മാഷിനെ ഓർമ്മിക്കാതെ ഇവരുടെ ഒരു ദിവസം പോലും കടന്നുപോയിട്ടില്ല. സ്വന്തമായ ഒരു വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമായപ്പോൾ അത് കാണാൻ മാഷിന് കഴിഞ്ഞില്ല എന്ന സങ്കടം കൂടി ഇവർക്കുണ്ട്. ഉരുൾപൊട്ടൽ ദുരന്തത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ മലയാളികളുടെ മനസ്സിൽ ആദ്യം തെളിഞ്ഞു വരുന്ന മുഖം KA മാത്യു എന്ന അധ്യാപകന്റേതാണ്.
ദുരന്തത്തിൽപ്പെട്ടവരെ രക്ഷിക്കുന്നതിനിടെ സ്വയം രക്ഷപ്പെടാൻ പറ്റാതെ പോയ നാട്ടുകാരുടെയും വിദ്യാർത്ഥികളുടെയും പ്രിയപ്പെട്ട മത്തായി മാഷ്. കുമ്പളച്ചോല ഗവൺമെന്റ് LP സ്കൂളിലെ റിട്ടയർഡ് ഹെഡ്മാസ്റ്ററായ കുളത്തിങ്കൽ KA മാത്യു നാട്ടുകാർക്കെന്നും ഒരു സഹായിയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ജൂലൈ 29 രാത്രി 11:30 വിലങ്ങാട് ആദ്യ ഉരുൾപൊട്ടലുണ്ടായി എന്നറിഞ്ഞപ്പോൾ തന്നെ പ്രദേശവാസികൾ സുരക്ഷിതരാണോ എന്നറിയാൻ മാഷ് വീട്ടിൽ നിന്നും ഇറങ്ങിയത്. ഉരുൾപൊട്ടിയിട്ടുണ്ടെന്നും എത്രയും പെട്ടെന്ന് വീടുകളിൽ നിന്നും പുറത്തിറങ്ങണമെന്നും മറ്റുള്ളവർക്ക് അറിയിപ്പ് കൊടുത്തുകൊണ്ട് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ മാഷിനെ സമീപത്തെ കടയ്ക്കുള്ളിൽ നിന്നാണ് ഉരുൾ കവർന്നെടുത്തത്. പിന്നീട് 2 ദിവസത്തിനു ശേഷമാണ് മൃതദേഹം കണ്ടെടുക്കാനായത്. മാത്യു മാഷിന്റെ പുതുതായി നിർമ്മിച്ച വീട് കാണുമ്പോൾ സ്വന്തമായൊരു വീടെന്ന ആഗ്രഹം ബാക്കി വെച്ച് പോയ മാഷിനെ ഇവർ ഓർക്കുകയാണ്. മറ്റുള്ളവരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി വരുന്ന സമയത്താണ് അദ്ദേഹത്തെ ഉരുൾ തട്ടിക്കൊണ്ട് പോകുന്നത്. അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ മുന്നിലാണ് ഇപ്പോൾ നമ്മൾ ഉള്ളത്. അയാൾക്കൊരു റിട്ടയർഡായതിനു ശേഷം അയാൾക്കൊരു വലിയൊരു ആഗ്രഹമായിരുന്നു ഒരു പുതിയ വീട് വെക്കുക, അതിൽ താമസിക്കുക എന്നുള്ളത്. ഏതായാലും ദൈവത്തിൻ്റെ ഇടപെടൽ മുഖാന്തരം ഇവിടെ പണി നടന്നുകൊണ്ടിരുന്ന വാർപ്പ് കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹത്തിന് ഇവിടുന്ന് പോകേണ്ടതായിട്ട് വന്നു. സാമൂഹ്യ സേവനം പാഠപുസ്തകങ്ങളിൽ മാത്രം ഒതുങ്ങാനുള്ളതല്ലെന്നും അത് സ്വന്തം ജീവിതത്തിലൂടെ പ്രാവർത്തികമാക്കണമെന്നും കാണിച്ചു നൽകിയ മാഷ് എന്നും മറ്റുള്ളവർക്കൊരു മാതൃകയാണ്. അമൃത ന്യൂസ്, കോഴിക്കോട്. IAS തലപ്പത്ത് വൻ അഴിച്ചുപണി. 4 ജില്ലകളിൽ പുതിയ കളക്ടർമാരെ നിയമിച്ചു. ആകെ 25 പേർക്കാണ് മാറ്റം. എറണാകുളം ജില്ലാ കളക്ടർ NSK ഉമേഷിന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറായി നിയമനം. കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷന്റെ മാനേജിംഗ് ഡയറക്ടറുടെ ചുമതലയും വഹിക്കും. പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ സ്ഥാനം ജൂനിയർ അഡ്മിനിസ്ട്രേറ്റീവ് ഗ്രേഡാക്കി തരം താഴ്ത്തിയാണ് ഉമേഷിന്റെ നിയമനം. G പ്രിയങ്കയെ എറണാകുളം ജില്ലാ കളക്ടറായും MS മാധവിക്കുട്ടിയെ പാലക്കാട് ജില്ലാ കളക്ടറായും ചേതൻ കുമാർ മീണയെ കോട്ടയം ജില്ലാ കളക്ടറായും ഡോക്ടർ ദിനേശൻ ചെറുവത്തിനെ ഇടുക്കി ജില്ലാ കളക്ടറായും നിയമിച്ചു. പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ S ഷാനവാസിന് തൊഴിൽ വകുപ്പിൽ സ്പെഷ്യൽ സെക്രട്ടറിയായി നിയമനം. ഡോക്ടർ K വാസുകിയെ പൊതുവിദ്യാഭ്യാസ സെക്രട്ടറിയായി നിയമിച്ചു. ഷീബ ജോർജിനെ ആരോഗ്യ വകുപ്പിൽ അഡീഷണൽ സെക്രട്ടറിയായും ഫിഷറീസ് വകുപ്പ് അഡീഷണൽ സെക്രട്ടറി B അബ്ദുൽ നാസറിനെ ന്യൂനപക്ഷ വകുപ്പ് അഡീഷണൽ സെക്രട്ടറിയായും നിയമിച്ചു. ഡോക്ടർ S ചിത്രയാണ് പൊതുവിദ്യാഭ്യാസ അഡീഷണൽ സെക്രട്ടറി. തദ്ദേശ വകുപ്പ് ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി ചുമതലയും വഹിക്കും. A ഗീതയെ ഹൗസിംഗ് ബോർഡിന്റെയും നിർമ്മിതി കേന്ദ്രത്തിന്റെയും ഡയറക്ടർ ചുമതലയിലാണ് നിയമിച്ചത്. ജെറോമിക് ജോർജിനെ തദ്ദേശ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടറായും നിയമിച്ചു. B വിഘ്നേശ്വരിക്ക് കൃഷി വകുപ്പ് അഡീഷണൽ സെക്രട്ടറിയുടെ ചുമതല. ജോൺ V സാമുവലാണ് ജലഗതാഗത വകുപ്പ് ഡയറക്ടർ. ഈ മനുഷ്യക്കടത്തും നിർബന്ധിത മതപരിവർത്തനവും ആരോപിച്ച് ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ മലയാളി കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷ ഇന്ന് സെഷൻസ് കോടതി പരിഗണിക്കും. കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷ മജിസ്ട്രേറ്റ് കോടതി തള്ളിയതിന് പിന്നാലെയാണ് സെഷൻസ് കോടതിയെ സമീപിക്കുന്നത്. കോടതി റിമാൻഡ് ചെയ്ത കന്യാസ്ത്രീകൾ നിലവിൽ ദുർഗ് ജില്ലാ ജയിലിൽ തുടരുകയാണ്. സിസ്റ്റർ പ്രീതിയെ 1-ാം പ്രതിയാക്കിയും സിസ്റ്റർ വന്ദനയെ 2-ാം പ്രതിയാക്കിയുമാണ് കേസെടുത്തിരിക്കുന്നത്. മനുഷ്യക്കടത്തും മതപരിവർത്തനവുമാണ് ഇരുവർക്കുമെതിരെ ചുമത്തിയിരിക്കുന്ന വകുപ്പുകൾ. ഛത്തീസ്ഗഡിൽ ഇവ രണ്ടും ജാമ്യം ലഭിക്കാത്ത വകുപ്പുകളാണ്. കൂടാതെ ഈ ഒരു സംഭവത്തിൽ പ്രതിഷേധം തുടരുകയാണ്. ഇന്ന് വിവിധ സഭാ നേതാക്കളുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കും. മലങ്കര, ലത്തീൻ, സീറോ മലബാർ സഭകൾ സംയുക്തമായാണ് മാർച്ച് സംഘടിപ്പിക്കുന്നത്. വൈകുന്നേരം 4 മണിക്ക് പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നും രാജ്ഭവനിലേക്കാണ് പ്രതിഷേധ മാർച്ച് നടത്തുക. കർദിനാൾ മാർ ബസേലിയോസ് ക്ലിമ്മിസ് കത്തോലിക്ക ബാവ, ആർച്ച് ബിഷപ്പ് തോമസ് ജെ നെറ്റോ, ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ, ബിഷപ്പ് ക്രിസ്തുദാസ് എന്നിവർ റാലിയിൽ പങ്കെടുക്കും. ഓപ്പറേഷൻ സിന്ദൂറിൽ പാർലമെന്റിൽ ഇന്നും ചർച്ച തുടരും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാജ്യസഭയിൽ മറുപടി നൽകും. ഇന്നലെ ലോക്സഭയിൽ ഓപ്പറേഷൻ സിന്ദൂർ പ്രധാനമന്ത്രി വിശദീകരിച്ചിരുന്നു. ആക്രമണം നിർത്താൻ ഒരു നേതാവും പറഞ്ഞിട്ടില്ലെന്ന് പ്രതിപക്ഷത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറുപടി നൽകി. ട്രംപ് കള്ളം പറയുകയാണെന്ന് പറയാൻ പ്രധാനമന്ത്രിക്ക് ധൈര്യമുണ്ടോ എന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി MP ചോദിച്ചു. ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ലെന്നും ഇനിയും സാഹസത്തിന് മുതിർന്നാൽ തിരിച്ചടി ഉറപ്പെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോക്സഭയിൽ പറഞ്ഞു. അതേസമയം ഓപ്പറേഷൻ സിന്ദൂറിൽ ലോക്സഭയിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഇന്നും മറുപടി നൽകും.
ഇനി അന്തർദേശീയ വാർത്ത നോക്കിക്കഴിഞ്ഞാൽ റഷ്യയിൽ 1 മണിക്കൂറിനിടെ 5 ഭൂകമ്പം. റഷ്യയുടെ കിഴക്കൻ തീരത്താണ് 7.4 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമുണ്ടായത്. തുടർച്ചയായ ഭൂകമ്പത്തെ തുടർന്ന് സുനാമി മുന്നറിയിപ്പ് നൽകി. നാശനഷ്ടം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ജപ്പാനിൽ നിന്ന് 250 കിലോമീറ്റർ അകലെയാണ് ഭൂകമ്പം ഉണ്ടായത്. അതേസമയം അമേരിക്കയിലും ജപ്പാനിലും സുനാമി മുന്നറിയിപ്പുണ്ട്. അലാസ്കയിലും ഹവായിയിലുമാണ് US അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. പസഫിക് സമുദ്രത്തിൽ 1 മീറ്റർ ഉയരത്തിൽ തിരമാലകൾ ഉണ്ടാകാനും ജാഗ്രത വേണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേരള സാങ്കേതിക സർവകലാശാല, ഡിജിറ്റൽ സർവകലാശാല എന്നിവിടങ്ങളിലെ താൽക്കാലിക VC-മാരെ പുറത്താക്കിയ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വിധിക്കെതിരെ ഗവർണർ നൽകിയ അപ്പീൽ സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും. ജസ്റ്റിസ് JB പർദേവാല അധ്യക്ഷനായ ബെഞ്ചാണ് കേസ് പരിഗണിക്കുന്നത്. താൽക്കാലിക VC നിയമനങ്ങൾക്ക് UGC ചട്ടം പാലിക്കണമെന്നാണ് വാദം. സ്ഥിരം VC നിയമനത്തിലെ കാലതാമസം സർവകലാശാല നടപടികളെ പ്രതികൂലമായി ബാധിക്കുമെന്നും അത് വിദ്യാർത്ഥികളുടെ താൽപ്പര്യങ്ങളെ പ്രതികൂലമായി ബാധിക്കുമെന്നും ഡിവിഷൻ ബെഞ്ച് നിരീക്ഷിച്ചു. താൽക്കാലിക VC-മാരുടെ കാലാവധി 6 മാസത്തിലധികം നീളരുതെന്നും ഡിവിഷൻ ബെഞ്ച് ഉത്തരവിലുണ്ട്. ഷാർജയിൽ മരിച്ച അതുല്യയുടെ മൃതദേഹം നാട്ടിലെത്തിച്ചു. പുലർച്ചെ 4:30 തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിച്ച മൃതദേഹം കൊല്ലത്തേക്ക് കൊണ്ടുപോയി. കൊല്ലം പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ ഇന്ന് മൃതദേഹം റീപോസ്റ്റ്മോർട്ടം നടത്തും. 9 മണിയോടെ റീപോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കും. മരണത്തിൽ അസ്വാഭാവികത ഇല്ലെന്നായിരുന്നു ഷാർജയിലെ ഫോറൻസിക് ഫലം. കഴിഞ്ഞ ജൂലൈ 19-നാണ് അതുല്യയുടെ മൃതദേഹം ഷാർജയിലെ ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തൊട്ടു പിന്നാലെ ഭർത്താവ് സതീഷ് അതുല്യയെ ഉപദ്രവിക്കുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തുവന്നിരുന്നു. ഭർത്താവിന്റെ ശാരീരികവും മാനസികവുമായ പീഡനം മൂലമാണ് അതുല്യ ആത്മഹത്യ ചെയ്തതെന്ന ആരോപണം ഉണ്ടായിരുന്നു. രാമ 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 പാഹി മാം. ഒരു കൊമ്പിൽ നിന്ന് മറ്റൊരു കൊമ്പിലേക്ക് ചാടിക്കളിക്കുന്ന വാനരനെ പോലെയാണ് മനുഷ്യന്റെ മനസ്സെന്ന് കോഴിക്കോട് മാതാ അമൃതാനന്ദമയി മഠം മഠാധിപതി സ്വാമി വിവേകാമൃതാനന്ദപുരി പറഞ്ഞു. വാനര മനസ്സ് ആത്മനിയന്ത്രണത്തിലൂടെ മാറുകയും മാതൃകയാവുകയും ചെയ്തയാളാണ് രാമായണത്തിലെ ഹനുമാനെന്നും സ്വാമി കൂട്ടിച്ചേർത്തു. ഓം അമൃതേശ്വരിയെ നമഃ. അമ്മ പറയാറുണ്ട്, ഈ മനുഷ്യ മനസ്സാണ് ഏറ്റവും വലിയ വാനരൻ. വാനരൻ്റെ സ്വഭാവം അറിയാമല്ലോ, അത് ചാടിക്കൊണ്ടേയിരിക്കും. ഒരു മരത്തിൽ നിന്ന് ചില്ലകളിലേക്ക് ചാടിക്കൊണ്ടിരിക്കുന്ന സ്വഭാവം. ഒരിടത്തും അത് അടങ്ങിയിരിക്കാറില്ല. അതുപോലെയാണ് മനുഷ്യ മനസ്സ്. ഒരൊറ്റച്ചാട്ടത്തിന് നമുക്ക് എവിടെ വേണേൽ പോവാം. അമേരിക്കയിലോ റഷ്യയിലോ ജപ്പാനിലോ അല്ലെങ്കിൽ ആകാശത്തിലോ ശൂന്യാകാശത്തിലോ ചന്ദ്രനിലോ എവിടെ വേണേൽ പോവാം. ഇതുപോലെയാണ് മനുഷ്യ മനസ്സ്. നിമിഷം കൊണ്ട് എവിടെ വേണേലും പോകാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ അതിനെ അടക്കി നിർത്തിയാൽ ഉണ്ടാകുന്ന ഗുണം അത് നമുക്ക് ഹനുമാനിലൂടെ പഠിപ്പിക്കുകയാണ്. വാനരൻ നരനാകുന്നു, നരൻ നാരായണനാകുന്നു. അതെങ്ങനെ വേണമെന്ന് ഹനുമാനിലൂടെയാണ് വാൽമീകി മഹർഷി നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ശ്രീരാമന് തുല്യമായിട്ട് അല്ലെങ്കിൽ അതുപോലെ ദൈവത്തെപ്പോലെ ആരാധിക്കാൻ ഹനുമാനെ ആൾക്കാർ തയ്യാറാകുന്നു എന്നുള്ളതാണ്. ഹനുമാൻ ചെറുപ്പത്തിൽ, കുട്ടിക്കാലത്ത്, ബാല്യത്തിൽ അതീവ ബലശാലിയായിരുന്നു ആ സമയത്ത് തന്നെ. അപ്പോൾ സൂര്യനെ കണ്ട് എന്തോ കഴിക്കാനുള്ള ഒരു പഴമാണെന്ന് വിചാരിച്ച് ചാടിയെന്നാണ്. എന്തായാലും അവിടെ ദേവേന്ദ്രൻ്റെ വജ്രായുധത്തിൻ്റെ വെട്ടേറ്റ് ഹനുവിൽ വെട്ടേറ്റതുകൊണ്ട് ഹനുമാൻ എന്നുള്ള പേര് സിദ്ധിച്ചു എന്നൊക്കെ പറയും. താടിയിൽ വെട്ടേറ്റതുകൊണ്ട് അങ്ങനെയാണ് ആ പേര് കിട്ടിയെന്ന് പറയുന്നു. എന്തായാലും ശരി, എല്ലാവരും വരം കൊടുത്തു എന്നാണ്. വരം കൊടുത്ത വീണ്ടും ശക്തി കൂടുകയാണ് ചെയ്തത്. ശക്തി കൂടിക്കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം മുനിമാരുടെ ആശ്രമങ്ങളൊക്കെ പോയിട്ട് അവരെ കുസൃതി കാട്ടാൻ തുടങ്ങി. അപ്പോൾ അവർക്കൊക്കെ ഒരു ശല്യമായിട്ട് തോന്നിയപ്പം അവരെല്ലാം കൂടെ മുനി ശപിക്കുകയാണ്. മുനിമാർ ശപിച്ചു, നീ നിൻ്റെ ശക്തിയൊക്കെ കുറച്ചാൽ മറന്നു പോട്ടെ എന്ന്. ഇനി ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ആരെങ്കിലും നിന്നെ ഓർമ്മിപ്പിക്കുന്ന സമയത്ത് മാത്രമേ ഈ ശക്തിയൊക്കെ നിനക്ക് ഓർമ്മ വരികയുണ്ടാവുള്ളൂ എന്ന ഒരു അനുഗ്രഹവും കൊടുത്തു.